BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി തുടങ്ങിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പാർട്ടിയിലെ പ്രമുഖ ദേശീയ മുഖവും രാജ്യസഭാംഗവുമായ സുഷ്മിതാ ദേവി MP പദവി രാജിവെച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാവ് സുഖേന്ദു ശേഖർ റോയി പാർട്ടി വിട്ട് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് മമതയ്ക്ക് അടുത്ത കനത്ത പ്രഹരമേൽക്കുന്നത്. രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് നൽകിയ കത്തിൽ തന്റെ രാജി ഉടമ്പടി സ്വീകരിക്കണമെന്നാണ് സുഷ്മിതാ ദേവ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ബംഗാളിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിലുണ്ടായ കടുത്ത ആഭ്യന്തര കലഹങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിലെ പാർലമെന്റ് അംഗങ്ങളുടെ കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ആസാമിലെ സിൽചാറിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് ലോക്സഭാംഗമായിരുന്ന സുഷ്മിതാ ദേവ് 2019 തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസ് വിട്ട് 2021 തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മമതയുടെ വിശ്വാസിയായി മാറിയ അവർ പാർട്ടിയുടെ ദേശീയ വക്താവ് പദവിയിലെത്തിയിരുന്നു. പിന്നാലെ മമതാ ബാനർജി അവരെ രാജ്യസഭയിലേക്ക് അയക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ പാർട്ടിയെ വളർത്താൻ മമത തന്നെ നിയോഗിച്ച സുഷ്മിത ഇപ്പോൾ തൃണമൂലിന്റെ പടിയിറങ്ങുന്നത് ആസാമിലും ത്രിപുരയിലും സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന TMCക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തകൾ തൃണമൂൽ കോൺഗ്രസിന്റെ പൂർണ്ണമായ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിയമസഭയിൽ മമതാ ബാനർജിയെ ഞെട്ടിച്ചുകൊണ്ട് 61 TMC MLA മാർ ഇതിനകം തന്നെ വിമത നേതാവ് ഘൃതപ്രദ ബാനർജിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പ്രത്യേക ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ മമത പാടുപെടുമ്പോൾ തന്നെയാണ് ഡൽഹിയിലേക്ക് പാർലമെന്ററി പാർട്ടിയിലും വൻ ചോർച്ചയുണ്ടാകുന്നത്. കഴിഞ്ഞ 13 വർഷമായി രാജ്യസഭയിൽ തൃണമൂലിന്റെ ചീഫ് വിപ്പായിരുന്ന സുഖേന്ദു ശേഖർ റോയ് കഴിഞ്ഞ ആഴ്ചയാണ് മമതാ ബാനർജിക്ക് കടുത്ത ഭാഷയിൽ കത്തയച്ച് പദവി ഒഴിഞ്ഞത്. ബംഗാളിലെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, തൊഴിൽ മേഖലകളിലെ തകർച്ചയും ഗുണ്ടാ വിളയാട്ടവും ക്രമസമാധാന തകർച്ചയും ചൂണ്ടിക്കാട്ടിയാണ് സുഖേന്ദു പാർട്ടി വിട്ടത്. പാർട്ടിയിലെ താഴെ തട്ട് മുതൽ ഉന്നത തലത്തിൽ വരെയുള്ള അഴിമതിയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കാരണമാണ് ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതെന്ന് സുഖേന്ദു ശേഖർ റോയ് കത്തിൽ തുറന്നടിച്ചിരുന്നു. തോൽവിക്ക് പിന്നാലെ പാർട്ടിയിലെ മമതയുടെയും അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും അപ്രാപ്തിത്വത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ MP മാരും MLA മാരും പാർട്ടി വിടുമെന്ന ശക്തമായ സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. വെല്ലുവിളികൾ പരിഹരിക്കാൻ മമത ശ്രമിക്കുമ്പോഴും വലിയ തിരിച്ചടിയാണ് ഇവർ നേരിടുന്നത്. ഇത്തരത്തിൽ കൊഴിഞ്ഞുപോക്ക് വർദ്ധിച്ചാൽ അത് ബംഗാളിൽ തൃണമൂൽ പതിയെ അപ്രതീക്ഷിതമാകുന്നതിന് കാരണമാകും എന്നതിൽ സംശയമില്ല. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.